അങ്ങ് പോവാൻ പറ്റുമോ? ഇതിനൊരു തീരുമാനമാക്കിട്ട് പോയാ മതി. പിന്നല്ല, എന്തെങ്കിലും പറഞ്ഞ് കയ്യടി മേടിച്ചങ്ങ് പോയാ മതിയല്ലോ. നമ്മള് വിടുവോ? വക്കീല് വരുന്നു. നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുളന്തുരുത്തി സുശീലൻ. ഞാൻ വാദിക്കാൻ കോടതിയിൽ കയറിയെന്നറിഞ്ഞാൽ ജഡ്ജി വരെ ഞെട്ടും. അത് ഞങ്ങളും ഞെട്ടും. അതെന്തിന്? താങ്കളൊക്കെ കോടതി കയറി എന്ന് പറഞ്ഞാൽ ആരാ ഞെട്ടാത്തെ? അതെ, എനിക്കിന്നൊരു വാദം ഉള്ളതാണ്. ഇയാൾക്ക് വാദമോ പിത്തമോ എന്തോ ആയിക്കോട്ടെ, ഇന്ന് ഈ കേസിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്റെ ബാധ അളവും. അയ്യോ പെങ്ങളെ ഒന്ന് അടങ്ങ്, ജഡ്ജി ഒന്ന് വന്നോട്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഹലോ, ആദ്യം ഞാനൊന്ന് ഇരുന്നോട്ടെ. ഇനി കേസ് വിളി. കേസ് നമ്പർ 219/2023. കമ്മട്ടം കൊണ്ടുവന്ന് തൂക്കിയാലും താനിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ തുലാഭാരത്തെയും തുലാഭാര കമ്മിറ്റിയെയും അധിക്ഷേപിച്ച കേസിൽ ഒന്നാം പ്രതി നന്ദഗോപാലൻ മാരാർ ഹാജരുണ്ടോ? മിസ്റ്റർ നന്ദഗോപാലൻ, നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് എന്തുകൊണ്ട് വച്ചാലും താങ്കൾ ഇരിക്കുന്ന തട്ട് പൊങ്ങില്ല എന്ന് പറഞ്ഞത്? അവരെ വാശി കയറ്റി തട്ടിൽ പണം വയ്ക്കാൻ ശ്രമിച്ചതാ. പക്ഷെ അവർ പോയി കളഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആ കേസ് വാദിച്ച് ഇന്ദുചൂടന്റെ അച്ഛനെ പുറത്തിറക്കിയിട്ട് അവർ 5 പൈസ തന്നിട്ടില്ല. എങ്ങനെ തരും? അച്ഛനെ പുറത്തിറക്കി, പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് 5 വർഷം ഇന്ദുചൂടൻ അകത്ത് കിടന്നിട്ട് നിങ്ങളൊന്ന് തിരിഞ്ഞെങ്കിലും നോക്കിയോ? ഞാൻ വരണമെങ്കിൽ ഇന്ദുചൂടൻ വിളിക്കണം. ഇന്ദുചൂടൻ വിളിച്ചാലേ എനിക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരാൻ പറ്റൂ. ഇന്ദുചൂടൻ വിളിച്ചില്ല, ഞാൻ വന്നില്ല. എന്റെ ജഡ്ജസ് ഒന്ന് കേൾക്കണം. അതെ നന്ദഗോപാലൻ, ഞാനിവിടെ യുവജനോത്സവത്തിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജസ് അല്ല അങ്ങനെ വിളിക്കാൻ. കോൾ മീ ജഡ്ജ്. സർ, ഞാൻ ഈ ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കൂ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാരെ പറഞ്ഞു വിട്ട ആളിനെ എനിക്കൊന്ന് വിസ്തരിക്കണം. യു പ്രൊസീഡ്. നോ മാഡം, പ്രസീതയല്ല, പവിത്രൻ, മണപ്പള്ളി പവിത്രൻ. ഓ, ചുമ്മാതല്ല അതിനകത്ത് കയറി നിൽക്കുന്നത്. ആരെന്ന് വെച്ചാ വിളിക്ക്. അച്ഛന്റെ ചിതാഭസ്മം എന്ന വ്യാജേനെ കൂടോത്രത്തിന്റെ കൊടവും കൈകൊണ്ട് നടക്കുന്ന മാധവൻ നമ്പ്യാരുടെ മകൻ മണപ്പള്ളി പവിത്രൻ ഹാജരുണ്ടോ? ഇത് തിരികടാത്തൊരു വിളക്കിന് മുന്നിൽ ഞാൻ സൂക്ഷിക്കും. ഓ, എന്നാ പിന്നെ അത് അവിടെ വെച്ചിട്ട് വന്നാ പോരായിരുന്നോ പവിത്ര? നീ ഇതെന്തിനാ വെറുതെ കൈ കൊണ്ട് നടക്കുന്നേ? നിങ്ങൾക്കുമുണ്ടല്ലോ ജന്മം നൽകിയ ഒരാൾ. മരണമൊരിക്കൽ അയാൾക്കും സംഭവിക്കും. ഒരു മിനിറ്റേ പവിത്ര. കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചതിന് മണപ്പള്ളി പവിത്രന് കോടതി 5000 രൂപ പിഴയിടുന്നു. സാറേ, എല്ലാരും പറയും ഞാൻ പിഴയടയ്ക്കും. ആ മാധവൻ നമ്പ്യാരുണ്ടാക്കിയ പൈസ മൊത്തം ഇങ്ങേര് ചിതാഭസ്മവും കൊണ്ടു കടന്ന് നശിപ്പിക്കും. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. മിസ്റ്റർ നന്ദഗോപാലൻ, താങ്കൾ ഇരിക്കുന്നു എന്ന് പറയുന്ന തുലാഭാരത്തിന്റെ തട്ട് താണിരിക്കാൻ വേണ്ടി അതിന്റെ അടിയിൽ എന്തോ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയായ വാദമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നു എങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് പവിത്രൻ മുതലാളിയാണ്. പവിത്രൻ മുതലാളിക്ക് എന്താണ് പറയാനുള്ളത്? നിനക്കുമുണ്ടല്ലോ ജന്മം നൽകിയ ഒരാൾ. മരണമൊരിക്കൽ അയാൾക്കും സംഭവിക്കും. കേസാക്കരുത്. ഇന്ന് തന്നെ 1 ലക്ഷം രൂപ തീർന്നിരിക്കണത്. ഈ മൺകുടം ഞാൻ എവിടെ വെക്കണം? മിണ്ടരുത്. ഓക്കേ. എന്റെ പ്രിയപ്പെട്ട കോടതി, അല്ല, എന്റെ സ്നേഹമുള്ള കോടതി. എന്തോ ആയിക്കോട്ടെ, എന്താന്ന് വെച്ചാ പറയൂ. ബഹുമാനപ്പെട്ട കോടതി, ഈ കേസ് ഒന്ന് എങ്ങനെയും ഒത്തുതീർപ്പാക്കി തരണം. ഈ കേസ് തുടരന്വേഷണത്തിനായി DYSP ശങ്കരനാരായണനെ കോടതി വിളിച്ചു വരുത്തി കേസ് ഏൽപ്പിക്കുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ ആൾക്കാരെ ഓടിച്ചിട്ട് തല്ലുകയും വിനാശകാലെ വിപരീത ബുദ്ധി എന്ന തഗ്ലൈൻ ഉടമയുമായ DYSP ശങ്കരനാരായണൻ ഹാജരുണ്ടോ?
ബഹുമാനപ്പെട്ട കോടതി അറിയാൻ ഈ കേസിന്റെ പ്രധാനപ്പെട്ട തൊണ്ടി മുതലായി ഈ കുടത്തിലിരിക്കുന്ന ചിതാഭസ്മം സത്യം പറഞ്ഞാൽ വരുണിൻ്റെതല്ല. ആ ചിതാഭസ്മം ജോർജ് കുട്ടി ഒഴുക്കി വിടുന്നത് ഞാനും കണ്ടതാ ദൃശ്യം 2-ൽ. എങ്ങനെ ഉണ്ട്? ഒരു കേസിനെ വിളിച്ചപ്പോൾ മറ്റൊരു കേസിന്റെ ക്ലൈമാക്സും കൊണ്ടുവന്ന് കോടതിയെ വെറുപ്പിച്ച് ഡിവൈഎസ്പി ശങ്കരനാരായണനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നു. ഡോണ്ട് വറി, മാറ്റം എന്നും എനിക്കിഷ്ടമാണ്. സാധാരണ മാറാൻ ഞാൻ നിന്നു കൊടുക്കാറില്ല, ഞാൻ സ്വയമേ മാറാറാണ് പതിവ്. ഇനിയും ഞാൻ മാറും. ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ. ഈ ശങ്കരനാരായണൻ എന്നും കേരളത്തിന്റെ കാവൽക്കാരനായി തന്നെ കാണും. അല്ലേ പവിത്ര മുതലാളി? എങ്ങനെ ഉണ്ടാ? നിനക്കുമുണ്ടല്ലോ ജന്മം നൽകിയ ഒരാൾ. മരണമൊരിക്കൽ അയാൾക്കും സംഭവിക്കും. അതെ, കോടതി പൂട്ടാ സമയമായി. നിങ്ങൾ ഈ ഡയലോഗ് ഒന്ന് നിർത്തൂ. ഇത് നിർത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. യവന്റെ ചിതാഭസ്മം ഏതെങ്കിലും കടലിൽ കൊണ്ടൊഴുക്കണം. അതയാൾ ഒഴുക്കില്ലല്ലോ. എടാ ഇങ്ങോട്ടടാ നിന്റെ കുടം.